ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭചിന്തനത്തോടു കൂടി ഒരു പുതിയ അറിവാണ് ഏവരിലേക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ സാമ്പ്രദായിക രീതിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു സ്ഥാനഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ്, നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വളരെ വിശിഷ്ടമായിട്ടുള്ള വലിയ കോയിക്കൽ കൊട്ടാരം, വേണാട് രാജവംശത്തിൻ്റെ ഒരുപാട് ഓർമ്മകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൊട്ടാരമാണ് വലിയ കോയിക്കൽ കൊട്ടാരം എന്ന് പറയുക. ഭയങ്കര ആകർഷണീയത തോന്നുന്ന ഒരു സ്ഥാനഭാവമാണ് ഈ ഒരു വലിയ കോയിക്കൽ കൊട്ടാരം എന്ന് പറയുന്നത്. 1677 1684 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നാണ് ശാസ്ത്രീയമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞത്. വേണാട് രാജവംശത്തിലെ ഉമയമ്മ റാണിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് നെടുമങ്ങാട്. ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹനീയ സാഹചര്യം നമുക്കിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ കാണുവാൻ സാധ്യമാകും. അമൂല്യങ്ങളായിട്ടുള്ള നാണ്യങ്ങളുടെയും അതേപോലെ തന്നെ പഴയ കലാരൂപങ്ങൾ, കായിക പ്രതിഭകളുടെ കർമ്മനിധാനങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പിന്നെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് നമ്മൾ ഊഹിക്കാൻ പറ്റാത്തത്ര തരത്തിലുള്ള പഴയ ഉപകരണങ്ങൾ, അതിൻ്റെ ഒരു മ്യൂസിയമായിട്ടാണ് ഇന്നത് ആ കൊട്ടാരം സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല രീതിയിൽ വർണ്ണശബളമായ മനസ്സിന് ആനന്ദമുളവാക്കണ പൂക്കളുടെ മനോഹാരിതയും ശില്പഭാവങ്ങളുടെ ശ്രേഷ്ഠതയും, കല്ലുകളിലും അതേപോലെ തടികളിലും ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കൊത്തുശില്പങ്ങളും ദേവവിഗ്രഹ, അതേപോലെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, നാണയങ്ങൾ, മാന്ത്രിക കാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സുദർശനാദി ചക്രങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്തിൻ്റെ മാതൃകയെ ശ്രദ്ധേയമാക്കണ രീതിയിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കണം. ഒരു പഴയ സ്മൃതിയിലേക്ക് പോകുവാനും പിന്നെ പ്രശാന്ത സുന്ദരമായിട്ടുള്ളൊരു സ്ഥാനമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു വല്ലാത്ത കുളിർമയായി ആണ് അനുഭവവേദ്യമാകുക. കാരണം ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുക ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരിട്ട് അനുഭവവേദ്യമാകുമ്പോഴാണ്. അത്ര മനോഹരമാണ്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുകയാൽ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാനും സാധ്യമാകും. ഹൃദയഭാവമാണ്. ശില്പങ്ങളുടെ ചാരുത, അതേപോലെ തന്നെ വൈവിധ്യമാർന്ന വൃക്ഷലതാദികൾ,
പഴയ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ല്, അരകല്ല്, അതേപോലെയുള്ള വസ്തുക്കൾ, പിന്നെ മുൻ തലമുറ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് വ്യക്തമായിട്ട് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുവാൻ സാധ്യമാകും. അപ്രകാരത്തിലുള്ള ഒരു സ്ഥാനമാണ്. നമുക്ക് വൈവിധ്യമാർന്ന അനുഭവങ്ങൾ കാണുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മാത്രം ആസ്വദിച്ചാൽ പോരാ, എല്ലാവരിലും എത്തണം എന്നൊരു ചിന്ത അത് കൈവന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഈ ചാനലിലൂടെ ഞാൻ പുറം ലോകത്തിന് കാട്ടിത്തരുന്നത്. അല്ലാതെ ക്ഷേത്രവും ആചാരവും നിഷ്ഠയും മാന്ത്രിക കർമ്മങ്ങളും അതിനെപ്പറ്റിയുള്ള സങ്കല്പങ്ങളും ആ പരാമർശങ്ങളാൽ പോകുന്ന ഈ ചാനലിൽ കൂടി ഇതുപോലെയുള്ള അറിവുകൾ നമ്മുടെ കുഞ്ഞു തലമുറ അല്ലെങ്കിൽ പുതിയ തലമുറ അവർക്കിത് മനസ്സിലാകണം. അവർ മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ മനസ്സിനുള്ളിൽ കിടക്കണ ദുഷിച്ച ചിന്തകൾ വിട്ടുമാറുകയുള്ളൂ. ഒഴിവവസരങ്ങൾ വന്നു ചേരുമ്പോൾ, അതേപോലെ ഫ്രീ ടൈമുകൾ കിട്ടുന്ന സമയത്ത് കുടുംബസമേതം പോകുവാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ് കോയിക്കൽ കൊട്ടാരം. കാണുവാൻ അത്ര രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിലും കാണുന്നതെന്നും നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാനം. പണ്ടുപയോഗിച്ചിരുന്ന നാണയങ്ങൾ, നമ്മൾ പോലും കേട്ടിട്ടുള്ള കണ്ടിട്ടില്ലാത്ത നാണയങ്ങൾ, പഴമക്കാർ ഉപയോഗിച്ചിരുന്ന എഴുത്താണി, അതേപോലെയുള്ള ദ്രവ്യങ്ങൾ, പിന്നെ എല്ലാ വിധത്തിലുള്ള ആയുധശേഖരങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടികൾ, അതിനുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധ്യമാക്കും. എല്ലാവരും കുടുംബസമേതം ഇവിടെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉണർവായിരിക്കും കിട്ടുക. ശിലയിൽ മനോഹരമായി കൊത്തിയെടുത്തിരിക്കണ ശില്പചാതുര്യം അത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. ഇതെങ്ങനെ സാധിച്ചിരിക്കണു എന്ന് നമ്മൾ ചിന്തിക്കണ തലത്തിലേക്ക് അത്ര മനോഹരമായിട്ടാണ് ആ ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ തടികളിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ അതൊക്കെ വളരെ മനോഹരമാണ് കാണുവാൻ. പിന്നെ ഇപ്പം കുറച്ചുകൂടി മാറ്റം അവിടെ വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വർണ്ണശബളമായിട്ടുള്ള പുഷ്പാലങ്കാരങ്ങളും അതിനെ ശ്രദ്ധ ഏറ്റവും കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള നടപ്പാതകളും, പിന്നെ പുതിയ തലാതലങ്ങളിലുള്ള പച്ച പുൽത്തകിടിയും ഏതൊരു മനസ്സിനെയും ആകർഷിക്കുന്ന തലത്തിലാണ് നമ്മുടെ സർക്കാർ അതിലെ നിർവഹണം നടത്തിയിരിക്കുന്നത്.
പിന്നെ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഒരിക്കലും അനുവദനീയമല്ല. കൂടാതെ എല്ലാത്തിനും ഒരു നിശ്ചിതമായിട്ടുള്ള ഫീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് വേണം പുരാവസ്തു ഗവേഷക ഭാവത്തിലാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിയമായിട്ടാണ് ഇന്നിതറിയപ്പെടുന്നത്. പണ്ടുപയോഗിച്ചിരുന്ന ഉറുമിയും വാളും പരിചയും തുടങ്ങിയ ആയുധശേഖരങ്ങളുടെ ഒരു മാസ്മരിക ലോകമാണ്. പിന്നെ പഴയ കാലത്തെ നാണയത്തുട്ടുകൾ, നാണ്യശേഖരം, അപൂർവങ്ങളായിട്ടുള്ള നാണ്യശേഖരം യഥേഷ്ടം നമുക്ക് കാണുവാൻ സാധ്യമാകും. എന്തിനേറെ പറയണു, കുറച്ച് നേരം അവിടെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലിംഗാണ് നമുക്ക് അനുഭവവേദ്യമാകുക. ഒന്ന് പോയി കാണുക, നല്ല രസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയും ഉണ്ടായിരുന്ന ഒരു കാലം മുൻ തലമുറയ്ക്ക് അതവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പിക്ചർ എന്ന് പറയാം, ഒരു ചിത്രമാണ് കോയിക്കൽ കൊട്ടാരം. നല്ല നല്ല മനസ്സുകൾ കുഞ്ഞുങ്ങളിൽ വർദ്ധിക്കുവാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു സ്ഥാനഭാവം. പറ്റിയാലൊന്ന് പോയി നോക്കുക. നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും ദുഃഖങ്ങൾ മാറ്റുവാനും യഥേഷ്ടം തന്നെ നമ്മൾ വെറുതെ കൊണ്ട് കളയണതാണ്. കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം സ്വീകരിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉളവാക്കണം. എല്ലായ്പ്പോഴും വീട്ടിലെ കാര്യങ്ങൾ നോക്കി, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സമയങ്ങളിലും രാവിലെ എണീക്കണോ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണോ, ജോലിക്ക് പോകണോ, വൈകിട്ട് വരണോ, ഇതിങ്ങനെ ക്രിയേഷനായിട്ട് കൊണ്ടുപോകാതെ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോവുക. അതിപ്പം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. യഥേഷ്ടം ആളുകൾ അങ്ങനെ പോകണമുണ്ട്. അതിന് മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം എന്ന് പറയുന്നത് ഒരു ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ മാറ്റുകൂട്ടുന്നതാണ്. ഒന്ന് പോയി നോക്കാൻ പറ്റിയൊരു സ്ഥാനമാണ്. ഇങ്ങനെയുള്ളിടത്ത് വേണം നമ്മൾ പോകാൻ. നമ്മൾ പോകുന്നത് അങ്ങനെയല്ല. പല സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് കൂത്തും കൂടിയാട്ടവും അതേപോലെയുള്ള, അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല, കൂടുതലായിട്ട് പറയണില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ സംസ്കാരത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഇപ്പം നടക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ, അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്താ ഭാവത്തിലൂടെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധ്യമായേനെ. അന്നേരം അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പരാമർശിച്ചതുകൊണ്ട് കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ ഇനിയുള്ള ന്യൂ ജനറേഷൻ തലമുറ നല്ല നല്ല ചിന്തകളിൽ കൂടി നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല മേഖലകളിലേക്ക് ഉയരുവാൻ, ഇതേപോലെയുള്ള പഴമയുടെ പരിപൂർണമായിട്ടുള്ള ശോഭയെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനത്തിലേക്ക് അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുക. അതും കുടുംബസമേതമായിട്ട് പോകുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം കൂടി ഉളവാക്കും.
അതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ പോകുവാൻ പറ്റിയൊരു സ്ഥാനമാണ് വേണാട് രാജവംശം ഭരിച്ചിരുന്ന ഈ വലിയ കോയിക്കൽ കൊട്ടാരം. അതൊരു സ്ത്രീയുടെ പേരിലാണ് ഏറ്റവും മഹത്തരമായത്. 1677 ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്, എങ്കിലും അത് പൂർത്തീകരണമായത് 1684. പിന്നെയാണ് അവിടെ മുഗളന്മാരുടെ ആധിപത്യവും പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ നല്ല നല്ല രീതിയിൽ ഓരോരോ സ്ഥാനങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ അവർ അതിൻ്റെ പൗരാണിക കാലങ്ങളെക്കുറിച്ചും അത് ഉപയോഗിച്ചിരുന്ന രീതിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതിന് പ്രത്യേക ബേസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആദ്യം എടുക്കുന്ന ആ ഒരു കാണുവാൻ അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്ക് കയറുവാൻ എടുക്കുന്ന ഒരു ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. അന്നേരം എല്ലാം വിശദമായിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പെട്ടെന്ന് പോയിട്ട് 5 നിമിഷം കൊണ്ട് വരാം എന്ന് വിചാരിക്കരുത്. എല്ലാം നല്ലതുപോലെ അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിൽ കണ്ട് കേട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിനെ ഒരുപാട് നല്ല ഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമാകും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഒരു ക്ഷേത്ര സങ്കല്പം പോലെ തന്നെയാണ്. കാരണം അത്രയും പരിശുദ്ധവും മനസ്സിന് ആഹ്ലാദപരമായിട്ടുള്ള ഒരു പ്രത്യേകതയും നമുക്കവിടെ നിന്ന് നേരിട്ട് അനുഭവവേദ്യമാകും. പിന്നെ നഗരമധ്യഭാഗത്തിലായതുകൊണ്ട് തന്നെ വലിയ വലിയ ഗതാഗതക്കുരുക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നെടുമങ്ങാട് ജംഗ്ഷനിൽ വന്ന പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തായിട്ടാണ് വലിയ കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു കൊട്ടാരമാണ്. അതിൻ്റെയൊക്കെ പണി അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്ന ശില്പ ചാതുര്യം വളരെ ഇന്നത്തെ ഒരു സമൂഹത്തിന് അതേപോലെ ഒന്ന് ചെയ്തെടുക്കുവാൻ സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമാകില്ല. അത്ര കണക്കുകളുടെയും പിന്നെ ഈ കഴിവിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ട് മാത്രമേ അങ്ങനെയൊരു കൊട്ടാരം വാർത്തെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. പറ്റുന്നവരൊക്കെ പോവുക. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഏവർക്കും കിട്ടുന്ന ഒരു സ്ഥാനമാണ്. ഇവിടം വരെ വരുവാൻ ഉളവായ സാഹചര്യത്താൽ ഇത് മറ്റുള്ളവരെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അതിൽ ഇത് കാണുന്ന സജ്ജനങ്ങൾ പോവുക, കാണുക, അഭിപ്രായങ്ങളൊക്കെ പോയിട്ടുള്ളവരൊക്കെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു പ്രത്യേക അനുഭൂതി ആയിരിക്കും കിട്ടുക. ഇപ്പം കുറേ മോഡിഫിക്കേഷനൊക്കെ അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ആർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം കൂടുതൽ ആളുകളിലേക്ക് ഇതിനെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് പ്രേരണ നൽകിയിരിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗത്തിൽ തോന്നണം. നിങ്ങൾ പോയി കണ്ട് കണ്ടിട്ടുള്ളവർ അതിൻ്റെ വ്യക്തമായിട്ടുള്ള മെസ്സേജുകൾ ഇടുക. പിന്നെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുകാർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെ അടുക്കലായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അതിന് പോയിട്ടുള്ളവരെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക. നല്ലൊരു പ്രത്യേക
അനുഭൂതി കിട്ടുന്നൊരു സ്ഥാനം. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് പരിപൂർണമാക്കുവാൻ സാധ്യമാക്കുകയില്ല. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അന്നേരം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ. അന്നേരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.